ശ്രീനാരായണീയരെ. ശ്രീനാരായണ ഗുരുവിൻ്റെ യുവാവായ ആ സമയത്തെ ഒരു ജീവിതശൈലി, ഒരു കഥ അതിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. യുവാവായ നാണുവിന് വയൽവാരം വീട്ടിൽ തന്നെയുള്ള ഇരിപ്പും കിടപ്പും പറമ്പിലെ പണിയും എല്ലാം തന്നെയും പിന്നെയും ഒരു വിരസത അനുഭവപ്പെട്ടു. അപ്പോഴേക്ക് അദ്ദേഹം യാത്ര കൂടെ വീട് വിട്ട് ഇങ്ങനെ ഊര് ചുറ്റാൻ പോവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇറങ്ങി. ആ പോക്ക് പോയാൽ കുറേ ദിവസമൊക്കെ കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. കുറേ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കും, പിന്നെ സത്രത്തിലൊക്കെ കിടന്നുറങ്ങും. കൂടാതെ ഭസ്മമൊക്കെ നെറ്റിയിലും കയ്യിലും ഒക്കെ അണിയും. പിന്നെ മാലകളൊക്കെ രുദ്രാക്ഷം പോലെയുള്ള മാലകളും അണിഞ്ഞ് കയ്യിൽ പുസ്തകമൊക്കെ കാണും. പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അതിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൊക്കെ ആയി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. അപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാനായിട്ട് ഈ താല്പര്യമില്ലാത്തവർ പോലും ഇദ്ദേഹത്തിൻ്റെ ആ ശൈലി കേട്ട് അടുത്തുകൂടുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോൾ വീട്ടുകാർക്ക് വളരെ പരിഭ്രമമായി. എന്താണ് ഇങ്ങനെ, വീട്ടുകാര്യത്തിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും അമ്മാവനും ഒക്കെ വളരെ ആവലാതിയായി. ലൗകിക ജീവിതത്തോടൊക്കെ കടുത്ത വൈരാഗ്യമാണ്. ഇത് കണ്ടപ്പം ബന്ധുക്കൾക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഭസ്മം അണിഞ്ഞുകൊണ്ടുള്ള നടപ്പൊക്കെ കണ്ടപ്പോഴത്തേന് കുറച്ച് ആൾക്കാർ നാണു ഭക്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അത് കുറച്ച് പേര് കളിയായിട്ടും കുറച്ച് പേര് കാര്യമായിട്ടുമാണ് വിളിച്ചത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, എല്ലാത്തിനും രണ്ട് പക്ഷമുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു ദിവസം അല്പം സമയം കിട്ടിയപ്പോൾ കുട്ടിയമ്മ നാണുവിനോട് അടുത്ത് കൂടി. എന്നിട്ട് ചോദിച്ചു, മോനെ, നീ എന്താണ് ഇങ്ങനെ? നിൻ്റെ താഴെ 3 പെൺകുട്ടികളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നീയാണ് നോക്കി നടത്തേണ്ടത്. നീ ഇങ്ങനെ ഊര് ചുറ്റിയാൽ മതിയോ? അപ്പോൾ നാണു പറയുകയാണ്, അമ്മയ്ക്ക് എൻ്റെ ഗതിയെക്കുറിച്ച് ജാതൊന്നും അറിയില്ലല്ലോ. അപ്പം കുട്ടിയമ്മ പറയുകയാണ്, ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ വേണ്ടതാണ്. പക്ഷേ വീടും കുടുംബവും മറന്നുകൊണ്ടുള്ള ഭക്തി കൊണ്ട് എന്താണ് ഗുണമെന്ന്? ഇത് ഞങ്ങൾക്ക് വളരെ വിഷമമാണെന്ന് പറഞ്ഞു. വീണ്ടും നാണു പറയുകയാണ്. കുറച്ച് നേരം മൗനമായിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആരെയും വിഷമിപ്പിക്കാനല്ല, എല്ലാവരുടെയും വിഷമത്തെ അകറ്റാനാണ്